ധർമ്മത്തെക്കുറിച്ച് ഒരു ചിന്തയും നമുക്ക് ആർക്കും തന്നെ അച്ഛനമ്മമാർക്കോ കുട്ടികൾക്കോ സമൂഹത്തിനോ ഭരണാധികാരികൾക്കോ ആർക്കും തന്നെ വലിയ ചിന്തയൊന്നുമില്ല. ആ ധർമ്മം എന്നുള്ള എന്തോ ഒരു പഴയ വാക്കാണ്, ഒരു പഴഞ്ചൻ വാക്കാണ്, ഇങ്ങനെ പലരും ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതല്ലാതെ അതെന്താണെന്ന് അറിയാനോ അത് നമ്മൾ അനുവർത്തിക്കാനോ ഒന്നും വലുതായിട്ട് ശ്രമിക്കുന്നില്ല. നമുക്ക് വേണ്ടത് അർത്ഥകാമങ്ങൾ മാത്രമാണ്. എങ്ങനെയും പണം സമ്പാദിക്കണം, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണം. അപ്പോൾ അതിന് പലപ്പോഴും ധർമ്മം വിട്ടുള്ള വഴികളാണ് പലരും ചെയ്യാറുള്ളത്. നമ്മളൊരു ധർമ്മം ഇപ്പോഴത്തെ രീതിയിൽ ധർമ്മം എന്ന് വിചാരിക്കുന്നത് പോലും പലപ്പോഴും ശരിയായ അർത്ഥത്തിൽ ധർമ്മം ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പം നമുക്ക് വിദ്യാഭ്യാസം നേടുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? വാസ്തവത്തിൽ നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത് ഈ വിദ്യാഭ്യാസം നമ്മളെ നേടാൻ നമ്മളെ സഹായിക്കുന്ന അനേകം ഘടകങ്ങളുടെ അനുഗ്രഹം കൊണ്ടാണ് നമുക്ക് സാധിക്കുന്നത്. നമുക്കിന്ന് കോളേജിൽ നിന്ന് പഠിക്കണമെങ്കിൽ, നമുക്കൊരു ഡോക്ടറാവണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും കർഷകൻ വയലിൽ കിടന്ന് കഷ്ടപ്പെട്ട് അധ്വാനിച്ച് നമുക്കൊണ്ട് 3 നേരം ആഹാരം കഴിക്കാനുള്ള അന്നം ഉണ്ടാക്കണം. ഏതെങ്കിലും നെയ്ത്തുകാരൻ അവിടെ അവൻ്റെ ചെറിയ കുടിലിരുന്നിട്ട് നെയ്ത് കൂട്ടുന്ന വസ്ത്രങ്ങളാണ് നമ്മൾ ധരിക്കാൻ കിട്ടുന്നത്. അതുപോലെ തുകൽപ്പണിക്കാരൻ ഷൂസ് ഉണ്ടാക്കണം. മറ്റ് സാധനങ്ങളെല്ലാം മറ്റുള്ളവരുടെ അധ്വാന ഫലമാണ് നമ്മൾ ഉപയോഗിച്ച് അതിൻ്റെ എല്ലാ സുഖസൗകര്യങ്ങളും ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളൊരു ഡോക്ടറോ എഞ്ചിനീയറോ അല്ലെങ്കിൽ ഉയർന്നൊരു സ്ഥാനത്തെത്തി IAS ആകുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു സ്ഥാനത്തെത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഇവരെ നമ്മളെ ഇവിടെ എത്താൻ സഹായിച്ചവരെ തിരിച്ച് സഹായിക്കുക എന്നുള്ളതല്ല, അവരെ നമുക്ക് എങ്ങനെ ചൂഷണം ചെയ്യാൻ പറ്റും, അവരിൽ നിന്നും എത്രത്തോളം നമുക്ക് കൂടുതൽ പണം നേടാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അവരുടെ സ്നേഹമോ അവരൊരു കടപ്പാടോ ഒന്നും നമുക്ക് തോന്നാറില്ല. ആ ഒരു സാമൂഹ്യ പ്രതിബദ്ധത കുറഞ്ഞുകൊണ്ടുവരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പം വളർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തിരിച്ചറിഞ്ഞ് ആ മൂല്യങ്ങൾ വീണ്ടെടുത്തില്ലെങ്കിൽ നമ്മളിത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. നമുക്ക് ഈ പറഞ്ഞ സ്ഥാനമാനങ്ങളും പദവിയും പണവും പ്രതാപവും എല്ലാം കിട്ടും. ഭൗതികമായിട്ട് എല്ലാ നേട്ടങ്ങളും നേടാൻ ഇന്നത്തെ സമൂഹ വ്യവസ്ഥ നമുക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരും. അപ്പോൾ ഈ നേട്ടങ്ങളെല്ലാം പിന്നിൽ ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്, ഒരുപാട് പേരുടെ കണ്ണീരും വേർപ്പുമുണ്ട് എന്ന് നമ്മളൊരിക്കലും ഓർക്കത്തുമില്ല. പക്ഷേ ആ മൂല്യങ്ങൾ നഷ്ടപ്പെടുന്നതുകൊണ്ട് ഇവയൊന്നും ആസ്വദിക്കാൻ നമുക്ക് കഴിയാതെ പോകും. ഇവയെല്ലാം ഉണ്ടായാലും നമ്മുടെ ജീവിതം ശൂന്യമായി പോകും. നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങളോ പ്രശ്നങ്ങളോ ഭാരമോ ഒഴിവാക്കാൻ നമുക്ക് സാധിക്കുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം ഇത്രയും കഷ്ടപ്പെട്ടതെല്ലാം നേടിയതിന് ശേഷം ഇതെല്ലാം നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിലുള്ള മനഃശാന്തിക്ക് സഹായിക്കുന്നില്ല എന്ന് തിരിച്ചറിയുന്നതിനേക്കാളും ഇതിങ്ങനെയൊക്കെയേ വരുള്ളൂ എന്ന് മുൻകൂട്ടി അറിയുകയാണെങ്കിൽ നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് പിന്നിൽ പരക്കപ്പാച്ചിലിന് കുറച്ചൊരു ശമനം ഉണ്ടാകും. കുറഞ്ഞ പക്ഷം ഇത് നമുക്ക് ജീവിതത്തിൽ ആത്യന്തികമായ ശാന്തി നൽകുകയില്ല എന്നുള്ള ബോധമെങ്കിലും നമുക്കുണ്ടാവും. ഇതിനപ്പുറം ഒന്നുണ്ട്, മോക്ഷം എന്ന് പറയുന്ന എന്തോ ഒരു വസ്തുവുണ്ട് എന്നെങ്കിലും നമ്മൾ ചിന്തിക്കും. അപ്പം അതിനൊക്കെയാണ് നമുക്ക് ഈ രാമായണം പോലുള്ള ഇതിഹാസങ്ങളുടെ വളരെ ആവശ്യം വരുന്നത്. നമ്മുടെ ഒരു മുൻ തലമുറയെ സംബന്ധിച്ചിടത്തോളം എഴുത്തച്ഛൻ്റെ കാലത്തിന് ശേഷം മലയാളികളെ സംസ്കാരം പഠിപ്പിച്ച പ്രധാനമായിട്ട് അധ്യാപകൻ ഈ രാമായണം തന്നെയായിരുന്നു. അത് കേട്ടാണ് ഒരുപാട് കുട്ടികൾ മുൻ തലമുറയിൽ വളർന്നു വന്നിട്ടുള്ളത്. കുട്ടിക്കാലം തൊട്ടേ രാമായണത്തിൻ്റെ ഈരടികൾ കേട്ടും അതിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കേട്ടും അതിലുള്ള കഥാഭാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവർത്തിക്കുന്ന കണ്ടും ഒക്കെയാണ് നമ്മൾ വളർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണ, സഹോദരനെ എങ്ങനെ കാണണം, സഹോദര പത്നിയെ എങ്ങനെ കാണണം, അച്ഛനമ്മമാരെ എങ്ങനെ ബഹുമാനിക്കണം, അതൊക്കെ ആ മൂല്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ പതിപ്പിച്ച് തന്നത് രാമായണമാണ്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമുക്ക് പലപ്പോഴും ആദർശമായിട്ട് നമ്മൾ എടുക്കാറുള്ളത്, അറിഞ്ഞോ അറിയാതെ. കാരണം അന്ന് നമുക്ക് ഇതുപോലെയുള്ള മാധ്യമങ്ങളുടെ ഒന്നും വലിയ പ്രഭാവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോളം എല്ലാവർക്കും സുപരിചിതമായൊരു കഥ, എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്നൊരു കഥ, അത് പല രീതി കഥകളിയായിട്ടായിക്കോട്ടെ, കൃഷ്ണാട്ടം രാമനാട്ടം പോലുള്ള മറ്റു കലാരൂപങ്ങളായിക്കോട്ടെ, നൃത്തമായിക്കോട്ടെ, പാട്ടായിക്കൊള്ളട്ടെ, എല്ലായിടത്തും ഈ കഥാപാത്രങ്ങൾ നിറഞ്ഞു നിന്നിരുന്നു. ക്ഷേത്രങ്ങളിൽ പോയാലും ആഘോഷങ്ങളിലെല്ലാം. അപ്പം ജീവിതത്തിന് ഈ കഥാപാത്രങ്ങൾ വളരെയധികം സ്വാധീനിച്ചു. നമ്മളറിയാതെ തന്നെ നമ്മുടെ ഒരു വ്യക്തിത്വം രൂപീകരിക്കുന്നതിൽ ഈ രാമായണത്തിന് വലിയൊരു പങ്കുണ്ടായിരുന്നു. ഇനിയിപ്പം നമുക്ക് അങ്ങനൊരു സാഹചര്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തിടത്തോളം കാലം ഈ മൂല്യങ്ങൾ നമ്മൾ തിരിച്ചറിഞ്ഞ് തന്നെ സ്വാംശീകരിക്കണം. വേറെ വഴിയൊന്നുമില്ല. ഈ മൂല്യങ്ങളുടെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിഞ്ഞ് ഇവയെ നമ്മൾ ജീവിതത്തിൽ പകർത്താനുള്ള ബോധപൂർവമായ ശ്രമം, അങ്ങനെ ശ്രമം കൊണ്ട് മാത്രമേ നമുക്ക് നമ്മുടെ ഭാവി തന്നെ സുരക്ഷിതമാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ രാമായണത്തെക്കുറിച്ച് ഗുരുഭാവത്തെക്കുറിച്ച് പറയാൻ കാരണം ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും കുറ്റപ്പെടുന്നൊരു സ്ത്രീയാണ് രാമായണത്തിലെ കൈകേയി എന്ന് പറയുന്ന കഥാപാത്രം. കൈകേയിയുടെ
നുണ കേട്ടിട്ട് അല്ലെങ്കിൽ കൈയുടെ ആവശ്യം കൊണ്ടാണ് രാമന് കാട്ടിൽ പോകേണ്ടതെന്ന് നമ്മൾക്ക് കൈയ്യെ ഒരു നികൃഷ്ട കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ നിന്ദിയായിട്ട് നമ്മൾ കണക്കാക്കും. അപ്പോൾ നമുക്ക് തോന്നുന്നതിനേക്കാളും വികാരത്തോടു കൂടിയാണ് കൈകേയിയെ മകനായിട്ട് ഭരതൻ പറയുന്നത്, ഭർത്താവായിട്ടുള്ള ദശരഥൻ പറയുന്നത്. ഇത്രയധികം കൈകേയി നിന്ദിക്കപ്പെടുന്നുണ്ട്, അധിക്ഷേപിക്കപ്പെടുന്നുണ്ട്, എല്ലാവരും കൈകേയി വെറുക്കുന്നുണ്ട്. പക്ഷേ ശ്രീരാമേന്ദ്രൻ മാത്രം കൈകേയി വളരെ ബഹുമാനത്തോടു കൂടിയാണ് പറയുന്നത്. എപ്പോഴും ഒരുപക്ഷെ കൗസല്യയെക്കാളും ഒരു പടി കൂടുതലായിട്ട് കൈകേയിയോടെയാണ് രാമൻ ആദരവ് പ്രകടിപ്പിക്കുന്നത്. ഭരതനോട് പറയുന്നത് തന്നെയാണ്, കൈകേയിയെ ആദരിക്കണം, അനുസരിക്കണം എന്നുള്ള വാക്കുകളെല്ലാം ഭരതനോടും എപ്പോഴും ആവശ്യപ്പെടും. ഭരതൻ പോലും സ്വന്തം അമ്മയെ ഇങ്ങനെ ചീത്ത വിളിക്കുമ്പോൾ നീ ദുഷ്ടയാണ്, ക്രൂരയാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ കാട്ടിലയച്ച കൈകേയിയോട് ശ്രീരാമൻ എന്തുകൊണ്ടാണ് ഇത്രയധികം ഒരു പ്രത്യേകത, ഒരു മമത കാണിക്കാൻ കാരണം, അല്ലെങ്കിൽ ഒരു ആദരവ് കാണിക്കാൻ കാരണം? നമ്മുടെ ശ്രീരാമനെ ധർമ്മമൂർത്തി എന്നാണ് പറയുന്നത്. രാമോ വിഗ്രഹവാൻ ധർമ്മം, ധർമ്മത്തിൻ്റെ മനുഷ്യാകാരം എടുത്താണ്, മനുഷ്യാകാരം എടുത്താണ് രാമൻ. അപ്പോൾ രാമൻ ചെയ്യുന്നത് എന്തോ അത് തന്നെയാണ് ധർമ്മം ശരിക്കും. അപ്പോൾ രാമൻ ഇങ്ങനെ ചെയ്യണമെങ്കിൽ പിന്നിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവണം. അങ്ങനെ ആ കാരണത്തിലേക്ക് നമ്മളൊന്ന് പോകുന്നത് നല്ലതാണ്. കാരണം അതുകൊണ്ട് മാത്രമേ ധർമ്മം അനുസരിക്കുക എന്നുള്ളത് എത്രത്തോളം ക്ലിഷ്ടമാണ്. സമൂഹം പറയുന്നത് ആയിക്കൊള്ളണമെന്നില്ല ധർമ്മം, സമൂഹത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന ആയിക്കൊള്ളണമെന്നില്ല ധർമ്മം. അത് നമ്മൾ മനസ്സിലാക്കുകയും ജീവിതത്തിൽ അനുഷ്ഠിക്കുകയും ചെയ്യുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്ന് അറിയാൻ ഏറ്റവും സഹായിക്കുന്നതാണ് ഈ കൈകേയി എന്ന് പറഞ്ഞ കഥാപാത്രം. കൈകേയിക്ക് ദശരഥൻ നേരത്തെ 2 വരങ്ങൾ കൊടുത്തിരുന്ന നേരത്തെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ വരങ്ങൾ പിന്നീട് വാങ്ങിക്കാമെന്ന് കൈകേയി പറഞ്ഞു. ആവശ്യപ്പെട്ട വരം ഇതാണ്, രാമനെ കാട്ടിലയക്കണം, ഭരതനെ രാജാവാക്കണം. അപ്പോൾ ഇതിനകത്ത് 2 കാര്യമുണ്ട്. ഒന്നാമത്, കൈകേയിയുടെ അച്ഛന് ദശരഥൻ വാക്ക് കൊടുത്തിരുന്നു, ഞാൻ കൈകേയി വിവാഹം കഴിക്കുന്നു. കൈകേയി അത്യന്തം സുന്ദരിയാണ് എന്നത് അനേകം രാജാക്കന്മാർ കൈകേയിയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു. ദശരഥനാണെങ്കിൽ താരതമ്യേന കുറച്ച് വൃദ്ധനാണ്. മാത്രമല്ല ദശരഥ പുത്രന്മാർ ഉണ്ടായിട്ടുമില്ല, കൗസല്യ പുത്രൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു രാജാവിന് തൻ്റെ സുന്ദരിയും വളരെയധികം വിദുഷിയും എല്ലാ യുദ്ധസാമർഥ്യമൊക്കെ ഉള്ള എല്ലാ രീതിയിലും ഒരു ക്ഷത്രിയ വനിതയ്ക്ക് യോജിച്ച എല്ലാ ഗുണങ്ങളും തികഞ്ഞ കൈകേയിയെ വിവാഹം കഴിച്ചയച്ചു കൊടുക്കാൻ കൈകേയി രാജാവിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ദശരഥൻ പറയുന്നത്, എനിക്ക് അനന്തരാവകാശമായിട്ടൊരു പുത്രനെ കിട്ടുകയാണെങ്കിൽ, കൈകേയിക്കൊരു പുത്രൻ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുത്രൻ തന്നെയായിരിക്കും എൻ്റെ രാജ്യം കൊടുക്കുക. ആദ്യത്തെ പത്നി എന്നുള്ളതിൽ കൗസല്യയിൽ പുത്രൻ ഇനിയും ഉണ്ടായെന്നിരിക്കാം, അങ്ങനെ ഉണ്ടായാൽ പോലും ഞാൻ കൈകേയിയുടെ പുത്രനായിരിക്കും രാജ്യം കൊടുക്കുക. അപ്പോൾ തൻ്റെ കൊച്ചുമകൻ അയോധ്യയുടെ രാജാവാകും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് കൈകേയി രാജാവ് കൈകേയിയെ ദശരഥന് വിവാഹം കഴിച്ചു കൊടുക്കുന്നത്.